നോൺ മെൻ്റലീവൻ ഇൻഹെറിറ്റൻസിനെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം കുറച്ച് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെൻ്റലീവിൻ്റെ അനുമാനങ്ങൾ, അലീലുകൾ, നോൺ മെൻ്റലീവൻ ഇൻഹെറിറ്റൻസ് ആണ്. ആദ്യം നമ്മൾ പഠിക്കാൻ പോണ എന്താണ് അലീലുകൾ എന്നാണ്. ഓക്കെ, നോക്കാം. അലീലുകൾ ഒരു സ്വഭാവം നിർണ്ണയിക്കുന്ന ജീനിന് വ്യത്യസ്ത തലങ്ങളുണ്ടാവും. ഒരു ജീനിൻ്റെ വ്യത്യസ്ത തലങ്ങളെയാണ് അലീലുകൾ എന്ന് വിളിക്കുന്നത്. ഒരു ജീനിൻ്റെ വ്യത്യസ്ത തലങ്ങളെയാണ് അലീലുകൾ എന്ന് വിളിക്കുന്നത്. സാധാരണ ഒരു ജീനിന് 2 അലീലുകൾ ഉണ്ടാവും. എന്താണ്? ഒരു ജീനിന് സാധാരണ എത്ര അലീലുകൾ ഉണ്ടാവും? 2 അലീലുകൾ ഉണ്ടാവും. അതിനകത്തൊരു എക്സാമ്പിളായിട്ട് പറയുന്നത് ഉയരമെന്ന സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന് അലീലുകളാണ് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. അതായത് ഉയരം എന്ന് പറയുന്ന സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ജീനിൻ്റെ 2 അലീലുകളാണ്. ഒന്ന് ക്യാപിറ്റൽ ടിയും 2 സ്മോൾ ടിയും. ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ഉയരം കൂടുതലിനെയും സ്മോൾ ടി എന്നത് ഉയരം കുറവിനെയും സൂചിപ്പിക്കുന്നു. അതായത് ഉയരം കൂടിയ സ്വഭാവം കാണിക്കുന്ന അലീൽ ക്യാപിറ്റൽ ടിയും ഉയരം കുറവ് എന്ന സ്വഭാവം കാണിക്കുന്ന അലീൽ സ്മോൾ ടിയുമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകണം മെൻ്റലീവിൻ്റെ അനുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സ്വഭാവം നിർണ്ണയിക്കുന്നത് 2 ഘടകങ്ങൾ ചേർന്നാണ്. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 ഘടകങ്ങൾ ചേർന്നാണ്. നമ്മൾ അലീൽ പറഞ്ഞു. അടുത്തത്, ഒരു ജോഡി വിപരീത ഗുണങ്ങളെ വർഗ്ഗസങ്കലനത്തിന് വിധേയമാക്കുമ്പോൾ ഒന്നാം തലമുറയിലെ സന്താനങ്ങളിൽ വിപരീത ഗുണങ്ങളിൽ ഒന്ന് മാത്രം പ്രകടമാവുകയും മറ്റേത് മറഞ്ഞിരിക്കുകയും ചെയ്യും. ഒന്നാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ട ഗുണത്തെ പ്രകട ഗുണമെന്നും മറഞ്ഞിരിക്കുന്ന ഗുണത്തെ ഗുപ്ത ഗുണമെന്നും പറയുന്നു. ഒന്നാം തലമുറയിൽ മറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ രണ്ടാം തലമുറയിൽ പ്രകടമാകാറുണ്ട്. എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഗുണങ്ങളുള്ള 2 ചെടികളെ തമ്മിൽ വർഗ്ഗസങ്കലനം ചെയ്യുമ്പോൾ ഒരു സ്വഭാവം മാത്രമായിരിക്കും നമുക്ക് കാണിക്കുക. ഈ പ്രകടമായ സ്വഭാവം മറ്റേ സ്വഭാവത്തെ മറച്ചു പിടിക്കുന്നു. പ്രകടമായ സ്വഭാവത്തെ പ്രകട ഗുണമെന്നും അല്ലെങ്കിൽ ഡൊമിനൻ്റ് ട്രൈറ്റ്സ് എന്നും മറഞ്ഞിരിക്കുന്ന ഗുണത്തെ ഗുപ്ത ഗുണം അല്ലെങ്കിൽ റെസസീവ് ട്രൈറ്റ് എന്നും വിളിക്കും. എപ്പോഴാണ് ഈ മറഞ്ഞിരിക്കുന്ന ട്രൈറ്റ് നമുക്ക് കാണാൻ കഴിയുക അല്ലെങ്കിൽ ഗുപ്ത ഗുണം കാണാൻ കഴിയുക? അത് രണ്ടാം തലമുറയിലായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. നോക്കൂ, അടുത്ത രണ്ടാം തലമുറയിലെ സന്താനങ്ങളിൽ പ്രകട ഗുണമുള്ളവയുടെയും ഗുപ്ത ഗുണമുള്ളവയുടെ അനുമാനം 3:1 ആണ്. രണ്ടാം തലമുറയിൽ സന്താനങ്ങളിൽ പ്രകട ഗുണമുള്ളവയുടെയും ഗുപ്ത ഗുണമുള്ളവയുടെയും അനുപാതം 3:1 ആയിരിക്കും. എത്രയായിരിക്കും? 3:1 ആയിരിക്കും. അടുത്തത്, ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ കൂടിക്കലരാതെ വേർപിരിയുന്നു. ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ കൂടിക്കലരാതെ വേർപിരിയുന്നു. അപ്പോൾ മെൻ്റലീവിൻ്റെ അനുമാനത്തെ സ്വാധീനിക്കുന്ന കുറച്ച് ചിത്രങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ഒന്നാം തലമുറയാണ്. ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതുമായ 2 ചെടികളെ തമ്മിൽ വർഗ്ഗസങ്കലനം ചെയ്തപ്പോൾ നമുക്ക് ഉയരം കൂടിയ ചെടി കിട്ടി. എന്ത് കിട്ടി? ഉയരം കൂടിയ ചെടി, ഉയരം കൂടിയ ചെടി കിട്ടി. ഇതിൽ ഡൊമിനൻ്റ് ട്രൈറ്റ് ക്യാപിറ്റൽ ടിയും റെസസീവ് ട്രൈറ്റ് സ്മോൾ ടി. അതിൽ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് പ്രകട ഗുണവും സ്മോൾ ടി എന്ന് പറഞ്ഞാൽ ഗുപ്ത ഗുണവുമാണ്. ഇനി ഒന്നാം തലമുറയിൽ കിട്ടിയ ഈ ചെടിയെ പരസ്പരം വർഗ്ഗസങ്കലനം ചെയ്യുന്നു. അതാണ് രണ്ടാം തലമുറ കിട്ടുന്നത്. നോക്കി, ഒന്നാം തലമുറയിലെ ചെടികളെ തമ്മിൽ പരസ്പരം വർഗ്ഗസങ്കലനം ചെയ്തപ്പോൾ 3 ഉയരം കൂടിയ ചെടിയും 1 ഉയരം കുറഞ്ഞ ചെടിയും കിട്ടി. 3 ഉയരം കൂടിയ ചെടിയും 1 ഉയരം കുറഞ്ഞ ചെടിയാണ് കിട്ടിയത്. അതായത് ഉയരം കൂടിയ 3 എണ്ണം, ഈ ഉയരം കുറഞ്ഞ 1 എണ്ണം. ഈ അനുപാതമാണ് മെൻ്റലീവ് പറഞ്ഞ ഏത്? രണ്ടാം തലമുറയിലെ സന്താനങ്ങളിൽ പ്രകട ഗുണമായുടെ ഗുപ്ത ഗുണമുള്ളവയുടെ അനുപാതം 3:1 എന്നായിരിക്കും. ഇനിയാണ് നമ്മൾ നോൺ മെൻ്റലീവൻ ഇൻഹെറിറ്റൻസിനെ പറ്റി പഠിക്കാനായിട്ട് പോകുന്നത്. എന്താണ് നോൺ മെൻ്റലീവൻ ഇൻഹെറിറ്റൻസ്? ഏതൊക്കെയാണ്? ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ഉണ്ട്, കോ ഡൊമിനൻസ് ഉണ്ട്, അടുത്തത് മൾട്ടിപ്പിൾ അലീൽസ് ഉണ്ട്, പോളിജനിക് ഇൻഹെറിറ്റൻസ് ഉണ്ട്. നോക്കാം. എന്താണ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് പറയുന്നത്? പ്രകടഗുണത്തിൻ്റെ അലീലിന് ഗുപ്തഗുണത്തിൻ്റെ അലീലിനെ പൂർണ്ണമായി മറയ്ക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, 2 വ്യത്യസ്ത ഗുണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഈ 2 ഗുണങ്ങളല്ലാതെ വേറൊരു ഗുണം കാണിക്കുന്നു. അതിന് ഉദാഹരണമായിട്ട് ചുവന്ന പൂവുള്ള 4 മണി ചെടിയെ വെള്ളപ്പൂവുള്ള 4 മണി ചെടിയുമായിട്ട് വർഗ്ഗസങ്കലനം നടത്തുമ്പോൾ പിങ്ക് പൂക്കളുള്ള ചെടികൾ ഉണ്ടാകുന്നു. ചുവന്ന പൂവുള്ള 4 മണി ചെടിയെ വെള്ളപ്പൂവുള്ള 4 മണി ചെടിയുമായി വർഗ്ഗസങ്കലനം ചെയ്യുമ്പോൾ പിങ്ക് പൂക്കൾ ഉള്ള ചെടികൾ ഉണ്ടാകുന്നു. മെൻ്റലീവ് പറഞ്ഞത് 2-ൽ ഏതെങ്കിലും ഒരു ഗുണം മറ്റതിനെ ഓവർകം ചെയ്ത് നിൽക്കുമെന്നാണ്. പക്ഷേ ഇവിടെയോ 2-ൽ ഒരു ഗുണമല്ല, പുതുതായിട്ട് പിങ്ക് എന്നൊരു ഗുണം വന്നു. മനസ്സിലാക്കി വയ്ക്കണേ. യെസ്. അടുത്തത്, എന്താണ് കോഡൊമിനൻസ്? 2 അലീലുകളും ലക്ഷണങ്ങൾ ഒരേ സമയം പ്രകടമാകുന്നു. അതായത് നോക്കി, ബ്രൗണും വൈറ്റും 2 അലീലുകളുടെയും ഗുണങ്ങൾ ഒരേ സമയം പ്രകടമാകുന്നു. കോഡൊമിനൻസിന് ഉദാഹരണം എന്താണ്? റോൺ കോട്ട്. എന്ത്? ചില കന്നുകാലികളിലും കുതിരകളിലും കാണപ്പെടുന്ന റോൺ കോട്ടാണ് കോഡൊമിനൻസിന് ഉദാഹരണം. അടുത്ത് നോക്കിയാൽ മൾട്ടിപ്പിൾ അലീലിസം. മനുഷ്യനിലെ ABO രക്തഗ്രൂപ്പാണ് മൾട്ടിപ്പിൾ അലീലിസത്തിന് എക്സാമ്പിൾ. രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന ജീനിന് മനുഷ്യശരീരത്തിൽ 2-ൽ കൂടുതൽ അലീലുകളുണ്ട്. സാധാരണ മെൻ്റലീവ് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന് 2 അലീലുകളാണ് ഉള്ളത്. ഇവിടെ പറയുന്നത് രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന ജീന് മനുഷ്യശരീരത്തിൽ 2-ൽ കൂടുതൽ അലീലുകളുണ്ട്. ഒന്ന് IA, IB, സ്മോൾ I. അപ്പോൾ അത് മെൻ്റലീവിൻ്റെ അനുമാനത്തിന് വിപരീതമാണ്. അപ്പോൾ മൾട്ടിപ്പിൾ എക്സാമ്പിൾ ഏതാണ്?
മനുഷ്യരിലെ AB രക്തഗ്രൂപ്പ്. അടുത്തത് പോളിജനിക് ഇൻഹെറിറ്റൻസ്. പോളിജനിക് ഇൻഹെറിറ്റൻസിന് എക്സാമ്പിളാണ് ത്വക്കിൻ്റെ നിറവ്യത്യാസം. ത്വക്കിൻ്റെ നിറത്തെ നിർണ്ണയിക്കുന്ന ഒന്നിലധികം ജീനുകൾ ചേർന്നാണ്. ഇവയുടെ പ്രവർത്തന ഫലമായി മെലാമിൻ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ നിറവ്യത്യാസത്തിന് കാരണമാകുന്നു. അപ്പോൾ നമ്മൾ പഠിച്ച എന്തൊക്കെയാണ്? ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. എക്സാമ്പിൾ ചുവന്ന 4 മണിപ്പൂവും വെളുത്ത 4 മണിപ്പൂവും കൂടെ വർഗ്ഗസങ്കലനം ചെയ്യുമ്പോൾ പിങ്ക് നിറമുള്ള പൂവുണ്ടാകുന്നു. അടുത്തത് കോ ഡൊമിനൻസ് എന്ന് പറഞ്ഞാൽ അതിന് എക്സാമ്പിളായിട്ട് കന്നുകാലികളിലും കുതിരകളിലും കാണപ്പെടുന്ന റോൺ കോട്ട്. അടുത്തത് മൾട്ടിപ്പിൾ അലീലിസം. ആൻ എക്സാമ്പിൾ മനുഷ്യരിലെ ABO രക്തഗ്രൂപ്പ്. അടുത്ത പോളിജനിക് ഇൻഹെറിറ്റൻസ്, ത്വക്കിൻ്റെ നിറവ്യത്യാസം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇത്. വ്യക്തമായി മനസ്സിലാക്കി പഠിക്കുക. താങ്ക് യു.